அவங்க அப்பா வீட்டு பணமா அப்படின்னு கேட்கிற மாதிரி எல்லாம் பேசுறவங்க அவங்க அப்பா வீட்டு சோத்தை வச்சுட்டு அவர் இன்னைக்கு பதவி அனுபவிச்சுட்டு இருக்காரா அப்படின்னு சொல்ல முடியுமா? கேட்க முடியுமா? மக்களால தேர்ந்தெடுக்கப்பட்டு வந்திருக்காரு. அவர் கொடுக்க வேண்டிய அந்த மரியாதை நம்ம கொடுக்க தானே கொடுக்கிறோம். இந்த அப்பா வீடு உன் ஆத்தாவா இந்த பேச்செல்லாம் அரசியல் நல்லது இல்லைங்க. அவர் அரசியல் இன்னும் முன்னுக்கு வரணும்னு ஆசைப்படுறாரு இல்லைங்களா? அந்த குடும்பமும் ஆசைப்படுது இல்லைங்களா? பேசுற பாஷை மொழி அவங்க தாத்தா பேர்பட்ட தமிழ் அறிஞர் தமிழ். Excuse me, who's in a hurry, yaar? Please. Just hold on. Let me finish. He is also your colleague. I'm answering him. அதனால நம்ம நாக்குல கொஞ்சம் அந்த பதவிக்கு ஏத்த அளவுக்கு வார்த்தைகள் அளந்து வரணும். இது நான் பொதுப்படையா சொல்றேன். அவர் மேல காழ்ப்பு உணர்வோ ஏதோ வச்சுட்டு சொல்லல. இதுக்கு முன்னாடி ஒரு உதாரணம் பார்த்தோம், இப்போ இன்னொரு உதாரணம் பார்க்கிறோம். மக்கள் அங்க மழையில அவஸ்தைப்பட்டு இருக்கும்போது அனுப்பி கொடுத்தது சென்ட்ரல் கவர்மெண்ட் டிசாஸ்டர் ரிலீஃப். அட்வான்ஸா பணத்தை 12ஆம் தேதி டிசம்பருக்குள்ள 900 ரூபாய் கொடுத்து 900 கோடி கொடுத்திருக்கோம். அது ஏன் அப்பா சொத்துனோ உங்க அப்பா சொத்துனோ நான் சொல்ல மாட்டேன், எப்பொழுதும் சொல்ல மாட்டேன். நம்ம பொறுப்புள்ள பதவியில் இருக்கிறவங்க அந்த பொறுப்பை உணர்ந்து பேசணும். നമസ്കാരം. മന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ വിവാദ പരാമർശത്തിന് ചുട്ട മറുപടി നൽകുന്ന നിർമ്മല സീതാരാമന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഞങ്ങൾ ചോദിക്കുന്നത് ആരുടെയും അച്ഛന്റെ സ്വത്തല്ല, തമിഴ്നാട്ടിലെ ജനങ്ങൾ അടയ്ക്കുന്ന നികുതിയുടെ വിഹിതം മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ വിവാദ പരാമർശം. ഇതുകൂടാതെ തമിഴ്നാട് ഗവർണറുടെ സ്വത്തും താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു മന്ത്രിയായിരിക്കുമ്പോൾ ഉദയനിധി സ്റ്റാലിൻ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുറന്നടിച്ചു. അച്ഛന്റെ സ്വത്തിനെ കുറിച്ചാണ് ഉദയനിധി സ്റ്റാലിൻ ചോദിക്കുന്നത്. പിതാവിന്റെ സ്വത്ത് ഉപയോഗിച്ചാണോ അദ്ദേഹം അധികാരം ആസ്വദിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാൻ കഴിയുമോ? കാരണം ജനങ്ങളാണ് ഉദയനിധി സ്റ്റാലിനെ തിരഞ്ഞെടുത്തത്. അതിനാൽ ഞങ്ങൾ ഉദയനിധി സ്റ്റാലിനെ ബഹുമാനിക്കുന്നുവെന്നും രാഷ്ട്രീയത്തിൽ മര്യാദയായി സംസാരിക്കണമെന്നും നിർമ്മല സീതാരാമൻ തുറന്നടിച്ചു. കൂടാതെ ഇനിയും രാഷ്ട്രീയത്തിൽ കൂടുതൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഉദയനിധി സ്റ്റാലിൻ തന്റെ നാവിനെ സൂക്ഷിക്കണമെന്നും തന്റെ സ്ഥാനത്തിന് അനുയോജ്യമായ വാക്കുകൾ സംസാരിക്കണമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം അടുത്തിടെ തമിഴ്നാട്ടിലുണ്ടായ മഴക്കെടുതിയിൽ കേന്ദ്രം സംസ്ഥാനത്തിന് 900 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും ഇതെന്റെ പിതാവിന്റെ പണമോ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പണമോ ആണെന്ന് താൻ പറയുന്നില്ല എന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക് തതുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.